നാട്ടിലേക്ക് ലീവിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ആർക്ക് മെസ്സേജ് ചെയ്തില്ലെങ്കിലും എൻ്റെ 10th വരെ പഠിച്ച നല്ല ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെ ഗ്യാങ്ങിൻ്റെ പേര് ഫ്രാസ്റ്റ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിടും ഏത് ദിവസമാണ് വരുന്നത്, ആരൊക്കെയാണ് ആ ദിവസങ്ങളിൽ നാട്ടിലുണ്ടാവുക, എന്നിട്ട് വേണം ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ. അപ്പം ഇപ്രാവശ്യം കോഴിക്കോടേക്ക് പോയ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പ്ലേസ് ആയിരുന്നു ഹിൽ റേഞ്ചസ്. അത് ലാസ്റ്റ് ഇയർ ആയിരുന്നു നമ്മളവിടെ പോയിരുന്നത്. ഇത് ആനക്കാംപൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കോഴിക്കോട് തന്നെയുള്ള അടിപൊളി റിസോർട്ടാണെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ട് ആരതി വിളിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബുക്ക് ചെയ്തിട്ടു. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ. ഞങ്ങളെ കൂട്ടത്തിൽ കൂടുതൽ നല്ല റിസോർട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ ആരതിയാണ്. അപ്പോൾ ഇതാണ് ഹിൽ റേഞ്ചസ്. ഹിൽ റേഞ്ചസിൽ കയറിയ പാടന്നെ നല്ല റിസപ്ഷനാണ്. അവിടെയുള്ള ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ആളാണ് ഞങ്ങളെ ഫുൾ ഗൈഡ് ചെയ്തിരുന്നത്. ത്രൂ ഔട്ട് 2 ദിവസമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ആ 2 ദിവസവും പാവം ക്യാമറയും കാര്യങ്ങളും പിടിച്ചിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റഷ് ആയിട്ടുള്ളൊരു റിസോർട്ടല്ല. അപ്പോൾ അവർ ലിമിറ്റഡ് ബുക്കിങ്സ് മാത്രമേ എടുക്കുള്ളൂ. കയറി വരുന്ന അവിടെ തന്നെ ഇങ്ങനെ ഒരു ഫിഷ് പൗണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് റൂമിലേക്ക് നടക്കാൻ അത്യാവശ്യം ദൂരമുണ്ട്. അതായത് ഓരോരോ ഹട്ട് പോലെയാണ്, ഇൻഡിവിജ്വൽ കോട്ടേജസ് ആയിട്ടാണ് ഉള്ളത്. ഞങ്ങൾ ഒരു കോട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആകെ 5 പേരല്ലേലോ. അപ്പം നല്ല സുഖത്തിൽ പുറത്തുനിന്ന് ഒറ്റൊരു കോട്ടേജിൽ എഫോർഡ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. പിന്നെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫോർഡബിൾ കോസ്റ്റാണ്. അവരെ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് കയറി നോക്കാം, ബുക്കിങ്സ് എടുക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ കയറി വന്ന പാടന്നെ നല്ല ഒരുവിധം എന്താ പറയുക, നല്ല നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല സ്വാനും പിന്നെ എന്താ പറയുക ഒരുപാട് മരങ്ങളാണ് എല്ലാം. ഇത് കാണുന്നതൊക്കെ എന്താ പറയുക, അവിടെ എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ കൊക്കോ മരങ്ങളുണ്ടായിരുന്നു, അതുപോലെ ഫിഗ്. എൻ്റെ അമ്മ അടിപൊളി ഫിഗ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളെ ടൂർ ഗൈഡ്. അപ്പോൾ ആൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് റൂമിലേക്ക്. ഇത് കണ്ടോ, വെള്ള ജാമ്പയ്ക്കമരാണ്. എനിക്കറിയില്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവുമെന്ന്, പക്ഷേ ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു, പണ്ട് തറവാട്ടിലുണ്ടായിരുന്നു വെള്ള ജാമ്പയ്ക്ക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചുവപ്പ് ജാമ്പയ്ക്കൊക്കെ ഒരു ഇത്തിരി പുളി ഉണ്ടെങ്കിലും ഈ വെള്ള ജാമ്പയ്ക്ക ഭയങ്കര സ്വീറ്റാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്കവിടെ ലെഫ്റ്റ് സൈഡിലൊരു പൂൾ ഏരിയ ഉണ്ട്. അപ്പം ആളെന്നോട് പറയുമായിരുന്നു ആ പൂളൊക്കെ കാണിച്ചു കൊടുക്കണം, കണ്ടിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പൂൾ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി. കണ്ടോ എന്തൊരു രസമാണ് സ്ഥലം കാണാൻ. ഭയങ്കര നമ്മൾ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്ന പോലെയല്ല, ശരിക്കും നേരിട്ട് കാണുമ്പോഴൊരു എഫക്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ നേച്ചർ അതുപോലെ മഴ ഇതൊക്കെ എൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ്. നല്ല അത്യാവശ്യം വലിയൊരു പൂൾ തന്നെയാണ്. ശരിക്കും ഫ്രണ്ട്സായിട്ട് വൺസ് ഇൻ എ വൈൽ നമ്മളിങ്ങനെ പോകുമ്പം അതൊരു വേറെ തന്നെ വൈബാണ്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രീ ടൈമായിട്ട് എല്ലാവരും ഫാമിലിയും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് അവരുടേതായ ടൈം മാറ്റി വെച്ച് അവർക്കും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സ്ഥലം. അതാണ് എൻ്റെ ഫ്രണ്ട് ആരതി. ഇവളാണ് മൊത്തത്തിൽ ഞങ്ങൾ ഈ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ നേരിട്ടിട്ട് നേരെ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത കോട്ടേജ്. അവിടെയായിരിക്കും ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാം. ഈ വരുന്ന 2 തരുണിമണികൾ, ഒന്ന് ശ്വേതയും ആരതിയാണ് കേട്ടോ. 2 പേരും എൻ്റെ കൂടെ പ്രോവിഡൻസിൽ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്സാണ്. ശ്വേത നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം ഡാൻസ് കളിക്കും, അടിപൊളി ഡാൻസറാണ്. അവളെ ഡാൻസിൻ്റെ വല്ല വീഡിയോസും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എന്തായാലും ഷെയർ ചെയ്തിടാം. ആ കാണുന്ന കോട്ടേജിലേക്കാണ് എൻട്രി. അപ്പം ഞങ്ങൾ കയറി ജസ്റ്റ് ഒരു റൂമിൻ്റെ ഒരു ഓവർവ്യൂ എടുത്തു. കയറി വന്നപാടെ ഒരു കുഞ്ഞ് ഹാള്, പിന്നെ ഒരു
1 ബെഡ്റൂം. കുഴപ്പമില്ലാത്തൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഞങ്ങൾ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് നിലത്തൊക്കെ കിടന്നിട്ടാണ് അഡ്ജസ്റ്റ് ആക്കിയത്. വെറുതെ 2 കോട്ടേജൊക്കെ ഇട്ടാൽ രാത്രി നമുക്കൊരു സമാധാനത്തിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും കൂടി ഒരൊറ്റ റൂം കിടക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ടായിരുന്നു. ഇതാണ് ആ ബാൽക്കണി ഏരിയ. ഇല്ലടോ വെള്ളം ഇല്ലാന്ന് പറയാ ഞാന്. പൊതുവെ ഇങ്ങനെയല്ല വെള്ളം ഉണ്ടാവുന്നത്. റൂമിൻ്റെ മുകൾ വശത്ത് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ഹാൾ പോലത്തെ ഒരു ഗ്യാതറിങ്, രാത്രിയൊക്കെ മുകളിൽ കയറി ഇരുന്ന് സംസാരിക്കാനും അവിടെ ഇപ്പം എന്തെങ്കിലും അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിച്ച് നല്ലൊരു വ്യൂ പോയിൻ്റാണത്. അവിടെ പോയിട്ട് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് അവിടെ ഞാൻ പറഞ്ഞ ഫിഗ്. നല്ല പഴുത്ത ഫിഗ് നോക്കി ഞാൻ പറിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫിഗിൻ്റെ മരം കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തം മൂത്ത് ഞങ്ങളെല്ലാവരും പറിച്ച് കഴിച്ചു. പക്ഷെ ഞാൻ പറിച്ച് കഴിച്ചത് മാത്രമായിരുന്നു. ആരോ ഒരാൾ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുറേ നടന്നു കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഞങ്ങൾ പിന്നെ റൂമിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി. കാരണം വെച്ചാൽ അവർ പറഞ്ഞു ഈവനിങ് ആയാൽ നമുക്കവിടെ നല്ലൊരു പ്ലേസ് ഉണ്ട്, പോയി കാണാനൊക്കെ പറ്റുന്ന വാട്ടർഫാൾസ് ഉള്ള ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. ഞങ്ങൾ വേഗം പോയി കുറച്ച് നേരം റൂമിൽ പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരെയും പ്രാരാബ്ദങ്ങളും എല്ലാവരെയും ബുദ്ധിമുട്ടുകളും എല്ലാവരെയും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതൊരു ഫ്രീ മൊമെൻ്റ് തന്നെയാണ്. ഇനി ഞങ്ങൾ കുഞ്ഞിതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ ആരും ഡ്രങ്കൺസ് അല്ല. ഇനി വീഡിയോയിൽ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇനി വരണമെന്നില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് ഗേൾസിനും ഇതൊക്കെ എൻജോയ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോയി വരുന്നത് പൂളിലേക്കായിരുന്നു. ആ കൂട്ടത്തിൽ ഒട്ടും സ്വിമ്മിങ് അറിയാത്ത ഒരാൾ ഞാൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അറിയാം. എനിക്കും ടീനയ്ക്കും അറിയില്ല. ടീനയും കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടു. ബാക്കിയുള്ളവർ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ടീന എന്താ കണ്ടോ കാലിട്ടടിച്ച് തീർക്കുകയാണ്. എനിക്കെന്താണെന്നറിയില്ല. കുറേ വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ വേഗം കയറി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ബോളൊക്കെ ഇട്ട് കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഫൺ മൊമെൻ്റ് തന്നെയായിരുന്നു. ഒരു ഫൺ നൈറ്റ്. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾ വാട്ടർഫാൾസ് ഏരിയയിലേക്ക് പോയത്. ഈവനിങ് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ മൊത്തത്തിൽ ഇരുടായപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. രാവിലെ തന്നെ എണീറ്റിട്ട് ഈ വാട്ടർഫാൾ ഏരിയയിലേക്കാണ് പോയത്. നല്ല രസമാണ്. ഒരുപാട് പെബിൾസൊക്കെ ഇട്ടിട്ട് നല്ല പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു കേട്ടോ. ആ തണുപ്പായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സും ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഞങ്ങൾ അത്ര അങ്ങോട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ കിട്ടിയുള്ളൂ. ഈ എടുത്ത വീഡിയോ ഒക്കെ ഞങ്ങൾ അവിടെ ഉള്ള ആൾ ഹെൽപ്പ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുപാട് വീഡിയോസ് എടുത്തിരുന്നു. പിന്നെ
ഇതെല്ലാം കൂടി കാട്ടിക്കൂട്ടലിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ദെയർ. ടീനയും ഞാനും ആരതിയും മാത്രമാണ് ഇങ്ങനെ പാറയുടെ നടുവിലേക്കൊക്കെ പോയത്. ബാക്കി എല്ലാവർക്കും വെള്ളത്തിലിറങ്ങാൻ കുറച്ച് മടിയും, പിന്നെ പാറേൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കാരണം ബാക്കിയുള്ള 3 പേരും ഇറങ്ങിയില്ല. ഞാനും ടീനയും ആരതിയും കൂടിയും കുറച്ച് അവിടെ പോയി. ഞങ്ങൾ ഡ്രസ്സൊക്കെ മൊത്തത്തിൽ നനഞ്ഞിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് രേഖ രമ്യ എന്ന് പറയുന്നത് അവർ 2 പേരും ആയുർവേദ ഡോക്ടേഴ്സാണ്. അപ്പം ട്വിൻസാണ്. ഞാൻ അവരെൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കൊക്കോ മരം കണ്ടിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കൊക്കോ മരം കാണുന്നത്. അതാണ് എൻ്റെ ഫ്രണ്ട് ആരതി. അവളാണ് ഒരു വൈബ് മാസ്റ്ററാണ് കേട്ടോ. ആള് നല്ല അടിപൊളിയായിട്ട് ബുക്കിങ്ങും കാര്യങ്ങളും ഹോട്ടലും എല്ലാം ഒരുവിധപ്പെട്ട കോഴിക്കോടുള്ള എന്ത് സ്ഥലത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചോദിക്കുക ആരതിനോട്, ആരതി നിനക്ക് വല്ല ബൊട്ടീക്ക് അറിയോ, ആരതി നിനക്ക് വല്ല ഏതാണ് ഇപ്പോഴത്തെ നല്ല പാളറ്. പിന്നെ ഈ പാലം, ഈ തൂക്കുപാലം അവിടെ ഉള്ളതാണ്. നല്ല രസമാട്ടോ. നല്ലോണം ആടുന്ന പാലാണ്. നമ്മൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല. ആരതിക്ക് നല്ല പേടിയായിരുന്നു. ടീനയാണ് ഇതിൽ കൂടുതൽ ഏറ്റവും ബ്രേവസ്റ്റ് ആയിട്ടുള്ളൊരു ലേഡി കേട്ടോ. ഞങ്ങളെല്ലാവർക്കും എല്ലാത്തിനും പുഷ് ചെയ്ത് ഞങ്ങളെല്ലാത്തിനും ചെയ്യാൻ, ശ്രീ നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ, രമ്യ നീ ചെയ്യുമെന്ന് പറയുന്ന ഒരാൾ ടീനയാണ്. ടീനക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു പേടിയില്ല, പാലത്ത് കയറാനും ഒന്നും. ഇതാണ് പാലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പം പിന്നിലൂടെ ഞങ്ങൾ ആ ചേട്ടൻ കുറേ വീഡിയോസ് എടുത്തിരുന്നുണ്ടായിരുന്നു. ഇത് ഫ്രണ്ടിൽ നിന്ന് ശ്വേത ഷൂട്ട് ചെയ്തതാണ്. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ പാവ ആരതിനെ നല്ലോണം പേടിപ്പിച്ചിട്ടോ. ബാക്കിൽ നിന്ന് ഞാൻ ടീനോട് പറയായിരുന്നു ആരും കാണാതെ ചാടിക്കും, നമുക്ക് ആരതിനെ പേടിപ്പിക്കാം. പക്ഷെ ഇത് നല്ല ഫൺ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നത്. ഇനി എത്രയും പെട്ടെന്ന് അടുത്ത വെക്കേഷന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഡേറ്റ്സ് പ്ലാൻ ചെയ്തിട്ട് എവിടേക്കെങ്കിലും ഒരു ഫ്രീയും എല്ലാം വർക്കും പ്രഷറും എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ട് വേണം ഫ്രീ മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ. ഞാൻ നടന്നു വരുന്നു. നെക്സ്റ്റ് അതാണ് ടീന. നെക്സ്റ്റ് കമ്മിങ് ശ്വേത, രമ്യ, ദെൻ കംസ് രേഖ. നമ്മളിപ്പോൾ പോയി ബ്രിഡ്ജും അതുപോലെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. അത്യാവശ്യം റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണും, ഞാൻ കുറച്ച് ഹീലുള്ള ചെരുപ്പിട്ടു. ശരിക്കും ഞാൻ 8ൻ്റെ പണിയാണ് കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഊരി കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ റോട്ടിൽ നിന്ന് കുറേ പ്രഹസനങ്ങൾ, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ അവരെടുത്തു. നല്ല രസമായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക്
അവിടെ ഒരു കുഞ്ഞു പെട്ടിപ്പീടി ഉണ്ടായിരുന്നു. അവിടെ കയറി നല്ല അത്യാവശ്യത്തിന് നല്ല നാരങ്ങ സോഡയും ജീരക സോഡയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഇത് ഹോട്ടലിൻ്റെ ഉള്ളിലുള്ളൊരു പ്ലേസാണ്. നമ്മൾ നിൽക്കുന്ന ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു വയലുള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ കുന്നിൻ്റെ മേലെ കയറിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. ഇതുപോലെ കുറച്ച് ഗാലറിയിൽ കിടക്കുന്നുണ്ട് ലാസ്റ്റ് ഇയർ പോയതുമൊക്കെ ആയിട്ടുള്ള. അപ്പോൾ സ്ലോലി ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബാക്ക് ടു കോഴിക്കോട്. 1 ഡേ ആയിരുന്നു, പക്ഷേ ആ ഒരു 1 ഡേ വാസ് എ ഫൺ ഡേ ഫോർ അസ്. വെക്കേഷന് പോകുമ്പം ഇതൊക്കെയാണ് ശരിക്കും ഒരു മെമ്മറി. ഇനി അടുത്ത വെക്കേഷന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യണം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.